കൊച്ചി സീരീസിൻ്റെ ഈ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ പോർച്ചുഗീസുകാരുടെയൊക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ഫോർട്ടാണ്. അപ്പോൾ അത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത കൂടെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഫോർട്ട് കൊച്ചിക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ എന്തൊക്കെ കാണാനുണ്ട്, എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ടൂർ ഗൈഡ് പോലെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ. നമ്മുടെ സൗത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്ററാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിക്ക് വരുന്നത്. പോകാനുള്ളൊരു വഴി എന്ന് പറയുന്നത്, നമ്മൾ നേരെ തേവര ഭാഗത്തേക്ക് വരിക, തേവരെന്ന് നേരെ തോപ്പുംപടിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ഫോർട്ട് കൊച്ചി. ഇതാണ് ഇതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു മ്യൂസിയമാണ്. മ്യൂസിയം എന്ന് പറയുമ്പോൾ നമ്മുടെ നേവിയുടെ ഒരു മ്യൂസിയമാണ്. ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയം എന്നാണ് എൻ്റെ പേര് വരുന്നത്. അത് നമ്മുടെ വെളി ഗ്രൗണ്ടിനടുത്താണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ വെളി ഗ്രൗണ്ട് ഏതാണ്? വെളി ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചിൻ കാർണിവലൊക്കെ കണ്ടിട്ടില്ലേ, അതിനകത്ത് ഈ ക്രിസ്മസ് പാപ്പയെ കത്തിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്. അതാണ് വെളി ഗ്രൗണ്ട്. ഇത് ഈ കാണുന്നതാണ് വെളി ഗ്രൗണ്ട് കേട്ടോ. ഇതിനെ പരേഡ് ഗ്രൗണ്ട് എന്നൂടെ പറയുന്നുണ്ട്. ഇവിടെ നിന്നൊരു 1/2 കിലോമീറ്ററേ ഉള്ളൂ ഈ മ്യൂസിയത്തിലേക്ക്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഈ നേവൽ മ്യൂസിയത്തെ പറ്റി പറയാം. നേവൽ മ്യൂസിയം എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ട് കാണുന്നത് നമ്മുടെ നേവിയുടെ പഴയ ചരിത്രങ്ങൾ, അവരുടെ കുറേ വെപ്പൺസ് കാര്യങ്ങളൊക്കെയാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്ന് കേട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാം എന്നുള്ളൊരു പ്ലാൻ ഇട്ട്. ഇത് ഈ കാണുന്നതാണ് മ്യൂസിയം. നമ്മളതവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണ് അവിടെ ഉള്ളത്. ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ തിങ്കളാഴ്ചകളിലെ മുടക്കാണ്. വരുന്നവർ ശ്രദ്ധിക്കുക, ഇവിടെ തിങ്കളാഴ്ച അവധിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണണമെങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ച ഇവിടെ വരരുത്, വേറൊരു ദിവസം നോക്കി വരിക കേട്ടോ. നമുക്കെന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ പോകുമ്പോൾ ബ്രിസ്റ്റർ സാഹിബിൻ്റെ ബംഗ്ലാവാണ്. ബ്രിസ്റ്റർ സാഹിബ് ആരാന്ന് വെച്ചാൽ നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡ് ഉണ്ടാക്കിയ ആളാണ്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് ബ്രിസ്റ്റർ സാഹിബിൻ്റെ ബംഗ്ലാവ്. യഥാർത്ഥത്തിൽ ഇതൊരു ഹെറിറ്റേജ് ഹോട്ടൽ ആൻഡ് റിസോർട്ട് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതൊരു പ്രൈവറ്റ് കമ്പനി ഏറ്റെടുത്തിട്ട് ചെയ്യുകയാണ്. നമുക്ക് എന്താണ് അതിനകത്തുള്ളതെന്ന് നോക്കാം. യഥാർത്ഥത്തിൽ പുള്ളി വില്ലിംഗ്ടൺ ഐലൻഡ് ഉണ്ടാക്കിയല്ല. ബ്രിസ്റ്റർ സാഹിബ് എന്ന് പറയുന്ന ഒരു പോർട്ട് ഡിസൈനറാണ്. അപ്പോൾ പുള്ളി കൊച്ചിൻ പോർട്ട് നിർമ്മിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ട് കപ്പൽച്ചാൽ ഉണ്ടാക്കുകയും ഈ കപ്പൽച്ചാൽ ഉണ്ടാക്കാനായിട്ട് മാറ്റിയ മണ്ണുണ്ടല്ലോ, അതൊരിടത്ത് കൂട്ടിയിട്ട് അതാണ് പിന്നീട് വില്ലിംഗ്ടൺ ഐലൻഡായിട്ട് മാറിയത്. ഈ ബംഗ്ലാവിൻ്റെ ബാക്ക് വശം എന്ന് പറഞ്ഞത് നോക്കിയ കടലാണ്. ഈ കടൽ ഈ ഭാഗം ഈ കണ്ടോ, ഇതാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ച്. നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതൊരു റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ക്യാമറ അനുവദിക്കത്തില്ല. ഇപ്പം നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഈ കാണുന്നുണ്ട്, ഇതൊരു ഡച്ച് ബംഗ്ലാവ് തന്നെയാണ്. പക്ഷേ ഇതും ഒരു ഹെറിറ്റേജ് ഹോട്ടലായിട്ടാണ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാ പഴയ ബിൽഡിങ്സും എല്ലാം ഒരു ഹെറിറ്റേജ് ഹോട്ടൽ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്. നമ്മൾ നേരെ പോകുന്ന ഡേവിഡ് ഹാളിലേക്കാണ് കേട്ടോ അടുത്തത്. ഡേവിഡ് ഹാൾ എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലായോ? നമ്മുടെ സസ്യവൈവിധ്യങ്ങളുടെയൊക്കെ ഒരു ബുക്ക് ഉണ്ടല്ലോ, ഹോർത്തസ് മലബാറിക്കസ്, അത് ഇവിടെ വെച്ചിട്ടാണ് എഴുതിയത്. അങ്ങനൊരു പ്രത്യേകത ഈ ഡേവിഡ് ഹാളിനുണ്ട്. ഇതിപ്പോൾ ഒരു കഫേ ആൻഡ് എക്സിബിഷൻ സെൻറ്റർ അങ്ങനെയുള്ള നിലയിൽ ഒരു ആർട്ട് കഫേ പോലെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. പന്തൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇവിടെ ഒരു കഫേ ഇപ്പം നടത്തുന്നത്. നോക്കിയാൽ വളരെ ഭംഗിയായിട്ടൊരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1695 ഈ പുസ്തകം ഇവിടെ വെച്ച് എഴുതുന്നത്. അപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ ഒരു പഴക്കം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇതിന് വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. നമ്മുടെ ഡച്ച് ഗവർണറാണ് ഇവിടെ താമസിച്ചിരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയും ഈ കെട്ടിടത്തിനുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉള്ളൊരു കെട്ടിടമാണിത്. പിന്നെ വേറൊരു കാര്യം, ഇതിന് ഈ ഡേവിഡ് ഹാൾ എന്നുള്ളൊരു പേര് വരാനുള്ള കാരണം, അത് ഡേവിഡ് കോഡർ എന്ന് പറഞ്ഞൊരു ജൂയിഷ് ബിസിനസ്മാനാണ് ഈ കെട്ടിടം പിന്നീട് വാങ്ങിയപ്പോൾ ആളുടെ പേര് ഇതിന് കൊടുക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈ ഡേവിഡ് ഹാൾ എന്നുള്ളൊരു പേര് വരുന്നത്. ഈ കാണുന്ന ഹോളൊക്കെ കണ്ടോ, ഇതൊക്കെ ഒരു ആർട്ട് ഗാലറി പോലെ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വന്നിരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പന്തൽ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പാണ് ഇപ്പോൾ ഇവിടെ ഈ കഫേ റൺ ചെയ്യുന്നത് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. നല്ല രീതിയിലാണ് അവർ നമ്മളോടൊക്കെ ഇടപെടുന്നത് കേട്ടോ. അവർ നമുക്കിത് ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ഒക്കെ നമുക്ക് ചെയ്തു തന്നു. ഈ കഫേയിൽ ഒരുപാടധികം ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് അവരെയൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് നമ്മുടെ ഡേവിഡ് ഹാൾ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം.
ആ ഒരു പഴമയുടെ ഭംഗി അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് നേരെ ഇവിടുന്ന് പോവാം. ഇതിൻ്റെ തൊട്ടടുത്ത് ഈ കാണുന്നത് നമ്മുടെ കൊച്ചിൻ ക്ലബ്ബാണ്. നമുക്ക് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഒരു പോർച്ചുഗീസ് പള്ളിയിലേക്കാണ് പോകുന്നത്. പോർച്ചുഗീസ് പള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പഴക്കം ചെന്ന പോർച്ചുഗീസ് പള്ളികളിലൊന്നാണ് ഈ കാണുന്ന സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച്. നമ്മുടെ വാസ്കോഡ ഗാമയിലെ വാസ്കോഡ ഗാമ 1524 മരിച്ചപ്പോൾ ആദ്യത്തെ 14 വർഷം ആളുടെ ഡെഡ് ബോഡി ഈ പള്ളിക്കകത്താണ് അടക്കം ചെയ്തിരുന്നത്. പിന്നീടാണ് അവരുടെ ഫാമിലീസൊക്കെ വന്ന് പോർച്ചുഗലിലെ ലിസ്ബണിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി കാണാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയും ഈ ക്യാമറ അനുവദിക്കുന്നൊരു സമ്പ്രദായം ഇല്ല. വളരെ ഗംഭീരമായിട്ടാണ് അതിനകം അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേ സാധനങ്ങൾ മേടിക്കാനുള്ള കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഡേവിഡ് ഹാളിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്ററേ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു പ്രത്യേകത ഇവിടെയുള്ള സ്ഥലമുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് ഈ വഴി നേരെ പോകുന്നത് പ്രശസ്തമായൊരു വീട്ടിലേക്കാണ്. ഈ വീടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയപ്പെടുന്നത് ബിഗ് ബി വീടെന്നാണ്. നമ്മുടെ ബിഗ് ബി സിനിമയിലെ മമ്മൂക്കയുടെ വീട്. ഇപ്പോൾ ഇതൊരു ഹോം സ്റ്റേ ആണ്. യഥാർത്ഥത്തിൽ ഈ വീടിന് വേറൊരു ചരിത്രം കൂടെ ഉണ്ട്. എന്താ പറയുക, ഈ വീട് നമ്മുടെ വാസ്കോഡ ഗാമയുടെ വീടായിരുന്നു. പുള്ളി താമസിച്ചിരുന്നത് ഇവിടെയാണ്. അപ്പോൾ അത് പിന്നീട് ഒരു ഹോം സ്റ്റേ ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. ഈ ഹോം സ്റ്റേയുടെ പേരും വാസ്കോ ഹോം സ്റ്റേ എന്ന് തന്നെയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ബെർണാഡ് ബംഗ്ലാവ് ആണ്. ഇതും ഒരു ഹെറിറ്റേജ് ഹോട്ടലാണെന്നാണ് തോന്നുന്നത്. അടുത്തൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയാലോ. അപ്പോൾ ഈ കാണുന്നതാണ് ആ സ്ഥലം. ഈ സ്ഥലം നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ? ഇത് നമ്മുടെ സാഗറേലിയസ് ജാക്കി സിനിമയിൽ ഭാവനയുടെ വീടായിട്ട് കാണിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ വെച്ചിട്ടാണ് മോഹൻലാൽ ആ ഒരു പേരൊക്കെ പറയുന്നത്, ആ ഒരു മാസ് സീൻസൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് ഈ തൊട്ടടുത്ത് കാണുന്നതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഫോട്ടോ പോയിൻ്റ് എന്ന് പറയുന്നത്. ഫോട്ടോ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മാഗസീൻസിലും വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ നമ്മൾ ഈ കെട്ടിടം കണ്ടിട്ടുണ്ട്. ഈ പച്ച ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴും അവിടെ ഒരു കല്യാണത്തിൻ്റെ അങ്ങോട്ടൊരു ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ വേറെ കേരളത്തിൽ ഒരിടത്തും കാണാത്ത ടൈപ്പ് ബിൽഡിങ്സ്, കറക്റ്റ് പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. നമ്മളിതാ ഈ കാണുന്നതാണ് യേശുദാസിൻ്റെ വീട്. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസൊക്കെ പണ്ട് താമസിച്ചിരുന്ന ഇവിടെയാണ്. അവരിപ്പോൾ ഇത് വിറ്റുപോയി. ഇപ്പോൾ ഇതൊരു പ്രൈവറ്റ് കമ്പനി എടുത്തിട്ട് ഓയോ ഹോട്ടലും കണ്ട് നടത്തുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറാനായിട്ട് ഹോട്ടലായിട്ടാണ് ഇപ്പോൾ അവർ നോക്കി കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ്. ബീച്ചൊന്നും നമുക്ക് കാണാം. ഈ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. എന്താ പറയുക, ഒരു ചെറിയൊരു ബീച്ചാണ്, പക്ഷേ അത്ര വൃത്തിയില്ല എന്ന് പറയാം. കാരണം കുറേ അധികം പായലും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഈ സൈഡൊക്കെ ഇടിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ കുറേയൊക്കെ. ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ കാണുന്ന പ്രാവുകളാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്, ഒരു കപ്പലിലിരിക്കുന്ന ചേട്ടൻ. ഈ ചേട്ടൻ ചില സമയങ്ങളിൽ അവിടെ ഒരു പാത്രം വെച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ പ്രാവുകളങ്ങ് പറക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. അതൊന്നും നോക്കിക്കോളൂ. എന്താ ഒരു ഭംഗിയല്ലേ. നമ്മളിത് ഈ കാണുന്നതാണ് നേരത്തെ നമ്മൾ കണ്ട ബ്രിസ്റ്റോ ബംഗ്ലാവിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. കുറച്ച് മോശമാണെങ്കിലും ബീച്ചിൽ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിനി ഇവിടെ നിന്ന് നേരെ പോകേണ്ടത് ഡച്ച് സെമിട്രിയിലേക്കാണ്. ഇതേ ഇവിടെ ഒരു ചേട്ടൻ എന്താ നിരാശാ കാമുകനെ പോലെ തിരയൊക്കെ എണ്ണി ഇരിപ്പുണ്ട്. വെറുതെ പറഞ്ഞ കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഡച്ച് സെമിട്രിയുടെ കാര്യമാണ്. ഡച്ച് സെമിട്രി ഏകദേശം ഇവിടെ നിന്ന് ഒരു 100 മീറ്ററേ ഉള്ളൂ. ജസ്റ്റ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇടത് വശത്താണ് ഡച്ച് സെമിട്രി. ഈ കാണുന്നതാണ് ഡച്ച് സെമിട്രി. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ, ഒരു സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച്, അവരുടെ തന്നെ സെമിത്തേരിയാണിത്. ഇവിടെ കാണുന്നതെല്ലാം ഡച്ച് ആൾക്കാരുടെ കല്ലറകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഭയങ്കര വൃത്തിയായിട്ടൊന്നും അല്ല സൂക്ഷിച്ചിരിക്കുന്നത്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നും. ഇവിടെ ലാസ്റ്റായിട്ട് നമ്മുടെ ഭീഷ്മപർവം സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമായിരുന്നു എന്ന് തോന്നും കേട്ടോ ഇതൊക്കെ. നമ്മളിവിടെ നിന്ന് നേരെ ഇനി വാക്ക് വേ സ്ക്വയറിലേക്കാണ് പോകുന്നത്. വാക്ക് വേ ഒക്കെ ഒന്ന് കാണണം. പിന്നെ ഈ കാണുന്നത് ഇത് അമൃതാര എന്ന് പറഞ്ഞിട്ടൊരു ഹെറിറ്റേജ് ഹോട്ടലാണ് കേട്ടോ.
നമ്മളിത് ഈ വലതുവശത്ത് കാണുന്ന ഓൾഡ് ഹാർബർ ഹോട്ടൽ. ഇത് 1808 പണിയേൽപ്പിച്ചൊരു ബിൽഡിങ്ങാണ്. 1808. അപ്പോൾ ഏകദേശം 215 വർഷമായിട്ടുണ്ട് ഈ ബിൽഡിങ്. എന്താ അല്ലേ? പിന്നെ ഇവിടുത്തെ ഈ തെരുവുകളൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. വളരെ എന്താ പറയുക, നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു ടൈപ്പ് സ്ട്രീറ്റുകളൊന്നുമല്ല. എല്ലാം ഒരു യൂറോപ്യൻ ശൈലിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ ഭംഗിയാട്ടോ. ഉറപ്പായിട്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഈ കാണുന്ന ഹോട്ടലുകളെല്ലാം ഇവിടുത്തെ നൈറ്റ് ലൈഫിൻ്റെ ഭാഗമായിട്ടുള്ള ഹോട്ടലുകളാണ്. ഇതെല്ലാം നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട്. ഈ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഇടതുവശത്ത് കാണുന്നതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. അതിന് ഈ കാണുന്നതാണ് മുമ്പ് പത്രത്തിലൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിട്ട് നിന്നിരുന്ന നമ്പർ 18 ഹോട്ടൽ. ഈ കാണുന്നതാണ് നമ്പർ 18 ഹോട്ടൽ കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ വലതുവശത്ത് കാണുന്നതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ബസ്സിൽ വരുന്നവർക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഫോർട്ട് കൊച്ചി സ്ക്വയറിലേക്ക് പോകാനായിട്ട് ഏകദേശം ഒരു 100 മീറ്ററേ ഉള്ളൂ. തൊട്ടടുത്താണ്. നമുക്ക് ബസ്സിൽ വന്നിട്ടാണെങ്കിലും ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതൊരു വലിയ ഗംഭീരമായൊരു സ്ക്വയറാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല ഭംഗിയായിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടതുവശത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഓൾഡ് ഹാർബർ ഹോട്ടൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. വലതുവശത്ത് ചീനവല കായലാണ്. ചീനവല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, നല്ല തണൽ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇവർ ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഒരേ ഒരു കാര്യം, കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ എന്താ പറയുക, നല്ല ഭംഗിയായിരുന്നു അതിന്. എന്നാലും നല്ല ഭംഗിയുണ്ട്. ഒരു ടൂറിസ്റ്റ് പ്ലേസിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഈ സ്ക്വയറിൽ നിന്നാണ് നമ്മുടെ വാക്ക് വേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വാക്ക് വേയിലേക്ക് കയറുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ സംഭവങ്ങളും ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ ചീനവല. ഇവിടെ ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിൽ കണ്ടായിരുന്നു കുറച്ച് വിദേശികൾ നിന്നിട്ട് ആ ചീനവല വലിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അവർക്ക് ഇത് വലിക്കുന്നതിനായിട്ട് ഒരു ചെറിയൊരു ടിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതിയാവും. അവർക്ക് ഈ ചീനവല വലിക്കാനും ഫ്രണ്ടിലേക്ക് പോയി ആ മീൻ വരുന്നത് കാണാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടായിരുന്നു അവർ പോകുന്നത്. ഇനി അവിടെ പോയിട്ട് അവിടെ ആ വന്ന മീനിനെ ഒന്ന് കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ചെറിയ ആക്ടിവിറ്റി എന്നുള്ള നിലയിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കും കയറി കാണാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ചെറിയൊരു ടിപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. നമുക്ക് എന്തായാലും ചീനവല ഒന്ന് കയറി കാണാം. പിന്നെ ചെമ്പല്ലി, നമ്മളെ ചീനവല സാധനമാണ്. ഇവിടെ ചീനവല കിട്ടുന്ന ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്താൽ കുക്ക് ചെയ്ത് വെച്ചിട്ട് പോകാം. ചീനവലയിൽ കിട്ടിയതാണ് ഇതൊക്കെ എന്നാണ് അവർ പറയുന്നത്. അത് ഫുള്ളായിട്ട് നമ്മളങ്ങനെ വിശ്വസിക്കേണ്ട. പക്ഷേ ഇതൊരു നല്ലൊരു ആക്ടിവിറ്റി ആണല്ലോ. നമുക്ക് ഇവിടെ വന്ന് ഇവരുടെ കയ്യിൽ നിന്ന് മീൻ മേടിച്ച് കഴിഞ്ഞാൽ അവർ തന്നെ അത് ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത് നമുക്ക് തരുന്ന ഒരു പരിപാടിയാണ്. ഇത് ഈ കാണുന്ന ലോബ്സ്റ്റർ കണ്ടിട്ടില്ലേ? ഇത് ഞങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 1 കിലോ 1000 രൂപയാണ്. ഏകദേശം 6 എണ്ണം അങ്ങാണ്ട് വരും. അവർ കുക്ക് ചെയ്ത് തരുന്നതിനാണ് ഈ എമൗണ്ട്. നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. അവരത് കുക്ക് ചെയ്ത് നമുക്ക് തരും. നമുക്ക് ഈവനിങ് ടൈമിൽ ഈ ലോബ്സ്റ്ററൊക്കെ കഴിച്ച് നല്ലൊരു വൈബിൽ വാക്ക് വേയിൽ പോയി ഫോർട്ട് കൊച്ചിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ വാക്ക് വേ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ തുടക്കത്തിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ മീനുകൾ അവിടെ എവിടെയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അല്ലാതെ സെയിൽ ചെയ്യാനുള്ള സംഭവങ്ങളാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ സൈഡിലൊക്കെ കുറേ അധികം വള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിൽ മൊത്തം നിറയെ കച്ചവടക്കാരാണ്. ഒരു രക്ഷയില്ല. എന്താ പറയുക, നിറയെ സർബത്ത് കടകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ കാണുന്ന ശംഖുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. ഭയങ്കരപ്പെട്ട തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. എനിക്ക് തോന്നുന്നു വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ അത്ര തിരക്കില്ല. ഞങ്ങൾ വീക്കെൻഡിൽ വരുന്ന കാര്യം പ്ലാൻ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അതുപോലെ തന്നെ വരുന്ന ആൾക്കാരുടെ ആ ഒരു പ്രൈവസി കാര്യങ്ങളിലൊക്കെ ഒരു ഇഷ്യൂ വരുമല്ലോ. പക്ഷേ വീക്കെൻഡൊക്കെ ഭയങ്കര രസമായിരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. നിങ്ങൾ വീക്കെൻഡിലൊക്കെ വരുന്നത് വളരെ നന്നായിരിക്കും. എന്തായാലും തിങ്കളാഴ്ച വരാതിരിക്കുന്നതാണ് നല്ലത്. ഈ കാണുന്ന സാധനം കണ്ടോ, ഈ സൈഡിലിരിക്കുന്നത്, ഇത് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ പഴയ കപ്പലിൻ്റെ പുകക്കുഴലാണെന്നാണ് പറയുന്നത്. എത്രത്തോളം വിശ്വസിക്കാമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഈ പൊളിഞ്ഞു കിടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടോ, ഇതൊക്കെ ഇവിടെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് ചെയ്തിരുന്നതാണ്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ റോഡൊക്കെ കണ്ടില്ലേ, കുറച്ചുകൂടെയൊക്കെ വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ ഇത്രയും നല്ല സ്ഥലത്ത് കുറച്ചുകൂടെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഇനി കൊച്ചിയുടെ ചെറിയൊരു ഹിസ്റ്ററി പറയട്ടെ. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വിചാരിച്ചിരുന്നത് പോർച്ചുഗീസുകാരാണ് ഇവിടുത്തെ ആദ്യത്തെ എന്താ പറയുക കച്ചവടക്കാരെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല.
ചൈനക്കാരാണ് ഇവിടുത്തെ ആദ്യത്തെ കച്ചവടക്കാർ. 14-ാം നൂറ്റാണ്ടിൽ ചൈനക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ചീനവല കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ചീനവല, ചീനച്ചട്ടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അതെല്ലാം അവരുടെ ഒരു സംഭാവനയായിരുന്നു. ഇവിടെ അവർ ചീനവലയൊക്കെ സ്ഥാപിച്ച് കണ്ടപ്പോൾ ഈ സ്ഥലമൊക്കെ കാണാനൊരു ചൈനീസ് ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരാണ് ഈ കൊച്ചിൻ എന്ന പേര് ഈ സ്ഥലത്തിന് നൽകിയെന്നാണ് പറയപ്പെടുന്നത്. കൊച്ചിൻ എന്നല്ല, കൊച്ചിൻ. കൊച്ചിൻ്റെ ഒരു ചൈനീസ് അർത്ഥം എന്ന് പറയുന്നത് ചൈന പോലെ എന്നാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ബേസ് ചെയ്തിട്ടാണ് ഈ കൊച്ചിൻ എന്ന് പേരിട്ടിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കൊച്ചിൻ LNG ടെർമിനൽ. അത് വൈപ്പിൻ ബീച്ചിൻ്റെ ഭാഗമാണ്. ആ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് വൈപ്പിനാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മുനമ്പ് ഭാഗമില്ലേ, അതുപോലത്തെ ഒരെണ്ണം കൂടെ ഉണ്ട്. ആ ദൂരെ കാണുന്നത് അതാണ് ഫോർട്ട് കൊച്ചിയുടെ ഏറ്റവും ലാസ്റ്റ് ഭാഗം കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ കാണുന്നത് PWDയുടെ ഒരു റെസ്റ്റ് ഹൗസാണ്. എന്താ ഒരു വ്യൂ ആയിരിക്കുമല്ലേ അവർക്കൊക്കെ. നല്ല ഭംഗിയാണ്. ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഫോർട്ട് കൊച്ചി ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ്. വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടെ. ഇവിടെ നമുക്ക് ഒരുപാട് ഷോപ്പിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കോണ്, പിന്നെ ഈ ഉപ്പിലിട്ട സംഭവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറേ സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള സംഭവങ്ങളുണ്ട്. തുണിക്കടകളുണ്ട്. പിന്നെ ഈ പറയുന്ന ഹോട്ടൽസ്, ചെറിയ ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് സ്നാക്സ് ഒക്കെ മേടിച്ച് കഴിച്ച് ഈ സമയത്ത് ഇവിടെ ഇരിക്കുക എന്ന് പറയുന്ന ഒരു വൈബാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഫോർട്ട് കൊച്ചിയുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു സർപ്രൈസ്, ഒരു സംഭവം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. കൊർഡീലിയ ക്രൂസ്. ഈ ക്രൂസ് ഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരേ ഒരു ക്രൂസ് ഷിപ്പാണിത്. ഈ ക്രൂസ് ഷിപ്പിനെ ഫേമസ് ആക്കിയ വേറൊരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാറുഖ് ഖാൻ്റെ മകൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായില്ലേ, അതെല്ലാം ഈ ഷിപ്പിനകത്താണ് ഉണ്ടായത്. ഈ ക്രൂസ് ഷിപ്പിനകത്താണ് ആ കേസിനെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നത്. ഈ ക്രൂസ് ഷിപ്പിൻ്റെ പാക്കേജ് എങ്ങനെയാണെന്നറിയാമോ? ഗോവ, മുംബൈ, കൊച്ചി, പിന്നെ ലക്ഷദ്വീപ്. ഗോവയിൽ നിന്ന് നേരെ മുംബൈ, മുംബൈയിൽ നിന്ന് കൊച്ചി, കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപ് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് നേരെ മുംബൈ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രിപ്പ് വരുന്നത്. ഇവർക്ക് ചെന്നൈയിലേക്ക് ഷെഡ്യൂൾസ് ഉണ്ട്. അത് വേറെ പാക്കേജാണ്. അങ്ങനെ നമ്മളിവിടെ ഷിപ്പിനെയൊക്കെ കണ്ട് നമ്മളിവിടുത്തെ സൺസെറ്റ് കാണണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ സൺസെറ്റ് കാണാനായിട്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല, കാരണം അത്രയും മൂടിക്കെട്ടിയൊക്കെ കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ കൊച്ചി സീരീസിൻ്റെ 2ാമത്തെ എപ്പിസോഡ് ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആക്ച്വലി കൊച്ചി കാണാനായിട്ട് ഇത്രയും മാത്രമല്ല കേട്ടോ. നമ്മുടെ അടുത്ത എപ്പിസോഡായിട്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡായിട്ട് മട്ടാഞ്ചേരി ഭാഗം എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. ഒരു എപ്പിസോഡിനകത്ത് ഇത്രയും കാണിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ടാണ് മട്ടാഞ്ചേരി പാലസ്, ജ്യൂ സ്ട്രീറ്റ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇനിയുണ്ട്. ഒരു ദിവസം ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് അടുത്ത എപ്പിസോഡായിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം കേട്ടോ. ബൈ.